भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. 7 ദിനങ്ങളിൽ സപ്താഹമെന്ന പോൽ 700 ദിവസമായി ഭാഗവതം. 7 ദിനങ്ങളിൽ സപ്താഹമെന്ന പോൽ 700 ദിവസമായി ഭാഗവതം. ഏകാക്ഷരീപതേ നിൻ മുന്നിലർച്ചിക്കാൻ ഏഴയാമെന്നിൽ നീ വരമാരിയായി. ഏകാക്ഷരീപതേ നിൻ മുന്നിലർപ്പിക്കാൻ ഏഴയാമെന്നിൽ നീ വരമാരിയായി. ഏതു ദിനവും നിൻ നാമങ്ങൾ പാടുവാൻ ഏറ്റം നീ കാരുണ്യം വർഷിക്കണേ. ഏതു ദിനവും നിൻ രൂപങ്ങളോർക്കുവാൻ, ഏതു ദിനവും നിൻ രൂപം സ്മരിക്കുവാൻ, ഏതു ദിനവും നിൻ ലീലകൾ പാടുവാൻ ഏറ്റം നീ കാരുണ്യം വർഷിക്കണേ. ഏറിടും കാരുണ്യം വർഷിക്കണേ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാവാത്സല്യം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 700ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിൽ 82ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട സമന്തപഞ്ചക തീർത്ഥത്തിൽ ഒത്തുചേർന്നു വൃഷ്ണികളും അതേപോലെ ഭഗവാനുമായി ബന്ധപ്പെട്ട സകല ആളുകളും എന്ന് പറയുകയാണ്. അവരൊക്കെ പ്രാർത്ഥിച്ചത് എന്താ? കൃഷ്ണേ ന ഭക്തിയസ്തു, ശ്രീകൃഷ്ണനിൽ എന്നെന്നും ഭക്തി ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ആ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കേണ്ടതും. അതിനുശേഷം പറയുകയാണ്, സ്വയം ച തദനുജ്ഞാത വൃഷ്ണയ കൃഷ്ണദേവത ഭുക്തോപവിവിഷു കാമം സ്നിഗ്ധഛായാഘ്രിപാഘ്രിഷു. അവിടെ അതിനുശേഷം പറയുന്നു, കൃഷ്ണദേവത,
കൃഷ്ണനാകുന്ന ദേവതയോടുകൂടിയ അല്ലെങ്കിൽ ദേവനോടുകൂടിയ വൃഷ്ണികൾ വൃഷ്ണയ സ്വയം ച തങ്ങളും തദനുജ്ഞാത അവരുടെ അനുവാദത്തോടു കൂടിയവരായി ഭുക്ത്വ ഭുജിച്ച് സ്നിഗ്ധഛായാഘ്രിപാഘ്രിഷു സ്നിഗ്ധഛായകളോടുകൂടിയ മരങ്ങളുടെ ചുവട്ടിൽ കാമം ഉപവിവിശു അവരുടെ ആഗ്രഹമനുസരിച്ച് ഇരുന്നു എന്നാണ്. ശ്രീകൃഷ്ണനെ ദേവനായി വിചാരിക്കുന്ന ഭജിക്കുന്ന വൃഷ്ണികൾ ബ്രാഹ്മണർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം ആ ബ്രാഹ്മണരുടെ അനുവാദത്തോടു കൂടി അവരും ഭക്ഷണം കഴിച്ചു. പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടും തന്നെ വെയിൽ തട്ടാതെ നിറഞ്ഞു നിൽക്കുന്ന വനങ്ങളിൽ ആ വനത്തിന്റെ ഛായയിൽ മരങ്ങളുടെ ചുവട്ടിൽ നിഴലിൽ അവര് സുഖമായിട്ട് ഇരിക്കുന്നു. തത്രാഗതാംസ്തേദൃശു സുഹൃൽ സംബന്ധിനോ നൃപാൻ മത്സ്യോശീ നര കൗസല്യ വിദർഭ കുരുസൃഞ്ജയാൻ കാംബോജ കൈകയാൻ മദ്രാൻ കുന്ദീനാനർത്ഥ കേരളാൻ. തത്ര ആഗതാൻ സുഹൃൽ സംബന്ധിന അവിടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ സംബന്ധികളായിട്ടുള്ള രാജാക്കന്മാരെ തേ ദദൃശു അവർ കണ്ടു. ആരൊക്കെയാണ് അവിടെ വന്നത് എന്നാണെങ്കിൽ മത്സ്യ രാജ്യത്തുള്ള ആളുകള് മത്സ്യൻ ഉശീനരൻ കൗസല്യൻ വിദർഭൻ കുരുക്കൾ സൃഞ്ജയൻ കാംബോജന്മാര് കേകയന്മാര് മദ്രാധിപന്മാര് കുന്തികൾ ആനർത്തന്മാർ കേരളന്മാർ ഇവരൊക്കെ ഈ രാജാക്കന്മാരെ മുഴുവൻ വൃഷ്ണികള് കണ്ടു. പിന്നെ അന്യാംശ്ചൈവാത്മപക്ഷീയാൻ പരാംശ്ച ശതശോ നൃപ നന്ദാദീൻ സുഹൃദോ ഗോപാൻ ഗോപീശ്ചോത്കണ്ഠിതാശ്ചിരം. ചിരം ഉത്കണ്ഠിത ഗോപീച്ച അധികകാലം വളരെ കാലമായിട്ട് വിയോഗ ദുഃഖം കൊണ്ട് വിഷമിക്കുന്ന ഗോപികളെയും കണ്ടു. ആത്മപക്ഷീയാൻ സ്വപക്ഷത്തിൽ ഉള്ള അന്യാഞ്ച മറ്റുള്ള ആളുകളെയും പരാഞ്ച പരപക്ഷത്തിലുള്ള ആളുകളെയും അല്ലയോ പരീക്ഷിത്തെ ശതശഃ എന്നുവെച്ചാൽ നൂറുകണക്കിന് അനേകം സുഹൃദ സുഹൃത്തുക്കളായ നന്ദാദീൻ നന്ദൻ മുതലായ ഗോപന്മാരെയും ചിരം ഉത്കണ്ഠിത ഗോപീച്ച എപ്പോഴും ഭഗവാനെ കാണാതെ വിരഹദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോപികളെയും അവര് ദദൃശു അവർ കണ്ടു. അന്യോന്യ സന്ദർശന ഹർഷരംഹസ പ്രോത്ഫുല്ല ഹൃദ്വക്ത്ര സരോരുഹ ശ്രിയ ആശ്ലിഷ്യ ഗാഢം നയനൈ സ്രവജ്ജല ഹൃഷ്യത്വചോരുദ്ധഗിരോ യയുർമുദം. അവിടെ വളരെ അന്യോന്യ സന്ദർശന ഹർഷരംഹസ അന്യോന്യം കണ്ട ഹർഷം സന്തോഷം ആ സന്തോഷ വേഗത്തിൽ പ്രോത്ഫുല്ല ഹൃദ്വക്ത്ര സരോരുഹശ്രിയ ഏറ്റവും വികസിച്ച ഹൃദയത്തിന്റെയും മുഖത്തിന്റെയും ശോഭയോടുകൂടിയ അവർ ഗാഠം ആശ്ലിഷ്യ മുറുകെ പുണർന്നു നയനൈ സ്രവജ്ജല കണ്ണുകളിൽ നിന്ന് ഹർഷാശ്രുബിന്ദുക്കൾ ഒഴുകി ഹൃഷ്യത്വച രോമാഞ്ചമുണ്ടായി രുദ്ധഗിര തടസ്സപ്പെട്ട വാങ്മാർഗം എന്ന് വെച്ചാൽ ആ ഗദ്ഗത കണ്ഠരായി മുദം യയു സന്തോഷത്തെ പ്രാപിച്ചു എന്നാണ്. കുറേ കാലമായിട്ട് കാണാതിരിക്കുമ്പോ സ്നേഹിതന്മാർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സന്തോഷം ഉണ്ടാവും. അവരുടെ ഹൃദയകമലം വികസിച്ചു, ഹൃദയപത്മം ആ താമര വിടർന്നു എന്നാണ്. ആ പരമാനന്ദം ഹൃദയാനന്ദം പരമാനന്ദമായി മുഖാരവിന്ദത്തിൽ കണ്ടു. ഹൃദയാരവിന്ദത്തിൽ ഉണ്ടായത് മുഖത്ത് കണ്ടു എന്നാണ്. ആലിംഗനം ചെയ്തു, കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി, സാത്വിക ഭാവത്തിന്റെ രോമാഞ്ചമുണ്ടായി. അതോടൊപ്പം തന്നെ തൊണ്ടയിടറി ഒന്നും മിണ്ടാൻ സാധിക്കാത്തവരായിട്ട് അവരങ്ങനെ നിന്നു. വലിയൊരു സന്തോഷം. സ്ത്രീയശ്ച സംവീക്ഷ്യ മിഥോതി സൗഹൃദസ്മിതാപലാപാംഗദൃശോഭിരേഭിരേ സ്തനൈസ്തനാൻ കുങ്കുമപങ്കരൂഷിതാൻ നിഹത്യദോർഭി പ്രണയാശ്രുലോചന. സ്ത്രീയഃ ച സ്ത്രീകളും മിഥ സംവീക്ഷ്യ അന്യോന്യം കണ്ടിട്ട് അതിസൗഹൃദ സ്മിതാമലാപ അംഗദൃശ വളരെയധികം സ്നേഹം കൊണ്ട് പുഞ്ചിരിച്ച് അതിനിർമ്മലമായ ആ നോട്ടം അപാംഗദൃശ അങ്ങനെ പ്രണയാശ്രുലോചന സ്നേഹം കൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട്
സ്തനൈ ദോർഭി കുങ്കുമ പങ്കരൂഷിതാൻ, സ്തനങ്ങൾ കൊണ്ടും കൈകൾ കൊണ്ടും കുങ്കുമ പങ്കം തേച്ചിരിക്കുന്ന സ്തനങ്ങളെ നിഹത്യ അഭിരേഭിരേ എന്നാണ്. അവര് മാറത്തിങ്ങനെ ചേർത്തു പിടിച്ചു എന്നാണ്. ആ സ്ത്രീകൾ പരസ്പരം അന്യോന്യം കൈകളിൽ ഉണ്ടായിരുന്ന ആ കുങ്കുമം സ്തനങ്ങളിൽ അണച്ച ആലിംഗനം ചെയ്തപ്പോ സ്തനങ്ങളിലുള്ള കുങ്കുമരാഗങ്ങൾ ഇളകി അവരവരുടെ മാറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു. അവർ വല്ലാതെ ആനന്ദിച്ചു. പിന്നെയോ തതോഭിവാദ്യതേ വൃദ്ധാൻ യവിഷ്ഠൈരഭിവാദിത സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രു കൃഷ്ണകഥാമിധ. തഥാ തേ വൃദ്ധാൻ അഭിവാദ്യ. അതിനുശേഷം അവര് വൃദ്ധന്മാരെ, പ്രായമായ ആളുകളെയൊക്കെ വന്ദിച്ച് യവിഷ്ഠൈ വയസ്സു കുറഞ്ഞവരാൽ അഭിവാദിത തിരിച്ചു വന്ദനം ഏറ്റുവാങ്ങി സ്വാഗതം കുശലം പൃഷ്ട്വ സ്വാഗതം പറയുക, പിന്നെ കുശലം ചോദിച്ചിട്ട് മിഥ കൃഷ്ണകഥ ചക്രു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ കൃഷ്ണകഥകൾ പാടി എന്നാണ്. കൃഷ്ണന്റെ കഥകൾ പറയലാണ് അവരുടെ ആ കുശലപ്രശ്നം എന്ന് പറഞ്ഞത്. യാത്രയെക്കുറിച്ച് ചോദിക്കുക, ഗൃഹങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇതൊക്കെയാണ് കുശലപ്രശ്നം. അതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെ ആ ലീലാവിശേഷങ്ങളെ അവർ പരസ്പരം പറഞ്ഞ് രസിച്ചു. പൃഥാ ഭ്രാതൃൻ സ്വസോർവീക്ഷ്യ തൽപുത്രാൻ പിതരാവപി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഹു സംകഥയാ ശുച. പൃഥ എന്ന് പറഞ്ഞ കുന്തിദേവി ഭ്രാതൃൻ തൻ്റെ സഹോദരന്മാരെയും സ്വസ്യു സഹോദരിമാരെയും തൽപുത്രാൻ അവരുടെ മക്കളെയും പിതരൗ അപി പിതാക്കന്മാരെയും ഭ്രാതൃപത്നി സഹോദര ഭാര്യമാരെയും പിന്നെ മുകുന്ദം ച സാക്ഷാൽ മുകുന്ദനെ ശ്രീകൃഷ്ണനെയും കണ്ടിട്ട് സംകഥയാ ശുചഹ ജഹൗ അന്യോന്യം സംഭാഷണം ചെയ്തും കൊണ്ട് ആ ദുഃഖത്തെ മുഴുവൻ ഉപേക്ഷിച്ചു. വളരെ സന്തോഷമായി എന്നാണ് പറയണത്. എങ്കിലും ഇനി പറയുമ്പോൾ ചെറിയ ദുഃഖത്തിന്റെ ഛവി അത് ആ വാക്കുകളിൽ കാണാൻ സാധിക്കും. കുന്തിദേവി പറയുകയാണ്, ആര്യ ഭ്രാതരഹം മന്യേ ആത്മാനമകൃതാശിഷം യദ്വാ ആപൽസു മദ്വാർത്താം നാനുസ്മരധ സത്തമാ. ആര്യ ഭ്രാത, ആര്യനായിരിക്കുന്ന എൻ്റെ സഹോദര, ആത്മാനം അകൃതാശിഷം സുകൃതഹീനരായി ഞാൻ വിചാരിക്കുന്നു എന്നെ. കാരണം സുകൃതമില്ല എനിക്ക്. കാരണം എന്താ? സത്തമഹ അതിശ്രേഷ്ഠന്മാരായ യൂയം നിങ്ങൾ ആപൽസുവ ആപത്തുകളിൽ പോലും മദ്വാർത്താം ന അനുസ്മരഥ ആപത്ത് വരുമ്പോ പോലും നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ സുകൃതമില്ലാത്തവളായി തീർന്നത്. അത് നിങ്ങളുടെ കുഴപ്പമില്ല, എന്റെ പുണ്യമില്ലായ്മയാണ്. ഇങ്ങനെയൊക്കെ പറയും ഇല്ലേ? സഹോദരന്മാരെ കാണുമ്പോൾ സഹോദരിമാരും കുറച്ചൊക്കെ നമ്മൾ പറയും, ഉള്ളില് ചെറുതായിട്ട് പരിഭവിക്കുക. അത് സ്നേഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നെയൊക്കെ ഓർക്കാറുണ്ടോ, എന്താ ഇപ്പൊ ഒന്നും വിളിക്കാത്തത്, അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കും ഇല്ലേ? ഒന്ന് വിളിച്ചൂടെ? പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചുകൂടെ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചും കൊണ്ട് എന്നൊക്കെ ഈ കാലത്തെ ആളുകൾ പറയും. ഇതേപോലെ കുന്തിദേവി പറയുകയാണ്, പക്ഷേ ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, എന്റെ പുണ്യമില്ലായ്മയാണ്. സുഹൃദോ ജ്ഞാതയ പുത്ര ഭ്രാതര പിതരാവപി അനുസ്മരന്തി സ്വജനം യസ്യ ദൈവമദക്ഷിണം. യസ്യ ദൈവം അദക്ഷിണം, ആരുടെ നേരെ ഈശ്വരൻ പ്രതികൂലമായിരിക്കുന്നുവോ അങ്ങനെ വന്നാൽ സ്വജനത്തെ സുഹൃദ സ്നേഹിതന്മാരും ജ്ഞാതയ ജ്ഞാതികളും പുത്രന്മാരും സഹോദരന്മാരും എന്തിന് പിതരവും അപി മാതാപിതാക്കൾ പോലും ന അനുസ്മരന്തി ഓർക്കില്ല. ദൈവം ഈശ്വരൻ എനിക്ക് പ്രതികൂലമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ഈശ്വരൻ അനുകൂലമായാൽ മറ്റെല്ലാവരും എനിക്ക് അനുകൂലമായിട്ട് തീരും. ഈശ്വരൻ പ്രതികൂലമായാൽ എല്ലാവരിലും നിലനിൽക്കുന്ന ആ ഈശ്വരൻ തന്നെ നമുക്ക് പ്രതികൂലമായി നിൽക്കും. അത്രയേ ഉള്ളൂ എന്നാണ് വസുദേവര് പറഞ്ഞു. അംബ മാസ്മാനസൂയേധ ദൈവക്രീഡനകാൻ നരാൻ
ഈശസ്യ ഹി വശേ ലോക കുരുതേ കാര്യതേധവാ. അംബ സഹോദരിയെ വിളിക്കുകയാണ്. ദൈവക്രീഡനകാൻ, ഈശ്വരന്റെ കളിക്കോപ്പുകളാണ് നമ്മൾ. നരാൻ അസ്മാൻ, മനുഷ്യരായിട്ടുള്ള നമ്മളെ മാ അസൂയേധ, കുറ്റപ്പെടുത്തരുതേ. ഈശസ്യ വശേ ലോകഃ കുരുതേ, ഈശ്വരന് അധീനനായിട്ട് ലോകം ഓരോന്ന് ചെയ്യണു, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണു ഈശ്വരൻ. അത്രയേ ഉള്ളൂ എന്നാണ്. ഈശ്വരന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമായിട്ടുള്ള നമ്മൾ ഈശ്വരന്റെ നിർദ്ദേശാനുസരണം ചെയ്യണു, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണു. ഒരിക്കലും മറ്റൊരാളിൽ കുറ്റം ആരോപിക്കരുത്. ലോകം ഈശ്വരന്റെ കയ്യിലാണ്. ആ ഈശ്വരേച്ഛ അനുസരിച്ച് മാത്രമേ നമുക്ക് ഒരാൾക്ക് പോലും, ഏതൊരാൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കഴിവല്ല എന്നാണ്. ഈശ്വരൻ അവരെ കൊണ്ട് ഇച്ഛാനുസരണം ചെയ്യിക്കണു, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണു. ലോകം അസ്വതന്ത്രമാണ്. കംസപ്രതാപിത സർവേ വയം യാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേനാസാദിതാ സ്വസാ. സ്വസ, ഹേ സഹോദരി പറയാണ്, കംസപ്രതാപിത, കംസനാൽ തപിപ്പിക്കപ്പെട്ട സർവേ വയം, ഞങ്ങൾ എല്ലാവരും ദിശം ദിശം, ദിക്കുതോറും യാത, ഇങ്ങനെ യാത്ര ചെയ്തു. പിന്നെ ഏതർഹിയേവ, ഇപ്പൊ തന്നെ ദൈവേന സ്ഥാനം ആസാദിത, ഈശ്വരനാൽ ഒരു സ്ഥാനം കിട്ടിയത് മാത്രമേ ഉള്ളൂ. കംസന്റെ കഠിനമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് സന്തപിച്ചു പോയി ഞങ്ങൾ ദിക്കുതോറും ഇങ്ങനെ പാഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സ്ഥിരമായൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈശ്വര സഹായം കൊണ്ട്, കൃഷ്ണ സഹായം കൊണ്ട് ഇപ്പോ സ്വസ്ഥാനത്ത് വന്നു ചേർന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ശിശുബ്രഹ്മർഷി പറയാണ്, വസുദേവോഗ്രസേനാദീർയദുഭിസ്തേർച്ചിതാ നൃപ ആസന്നച്യുതർ സന്ദർശ പരമാനന്ദ നിർവൃത. വസുദേവോഗ്രസേനാദി, വസുദേവൻ, ഉഗ്രസേനൻ തുടങ്ങിയവര് യദുക്കളാൽ സൽക്കരിക്കപ്പെട്ട തേ നൃപ, ആ രാജാക്കന്മാർ, അച്യുത സന്ദർശ പരമാനന്ദ നിർവൃത, ശ്രീകൃഷ്ണനെ കണ്ട പരമാനന്ദത്തിൽ നിർവൃതരായി ആസൻ മാറി എന്നാണ്. വസുദേവൻ, ഉഗ്രസേനൻ തുടങ്ങിയവരാണ് രാജാക്കന്മാരെയൊക്കെ സ്വീകരിച്ചത്. ആ സ്വീകരണം കിട്ടി. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ? ശ്രീകൃഷ്ണ സന്ദർശനം കിട്ടി എന്നുള്ളതാണ്. അവിടേക്ക് വന്നത് ആരൊക്കെയാ? ഭീഷ്മോ ദ്രോണോ അംബികാപുത്രോ ഗാന്ധാരി സസുതാ തഥാ സദാര പാണ്ഡവാ കുന്തി സൃഞ്ജയോ വിദുരകൃപ കുന്തി ഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നചിന്മഹാൻ പുരുജിൽ ദ്രുപദ ശല്യോ ധൃഷ്ടകേതു സകാശിരാട് ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയോ യുധാമന്യു സുശർമാ ച സസുതാ ബാൽഹികാദയാ രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുവ്രത ശ്രീനികേതം വപുശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിത. ഭീഷ്മര്, ദ്രോണര്, അംബികാപുത്രൻ ധൃതരാഷ്ട്രര്, പുത്രന്മാരോടുകൂടിയ ഗാന്ധാരി, ഇപ്പൊ ഗാന്ധാരിയും കൗരവന്മാരും, ഭാര്യമാരോടുകൂടി സദാര പാണ്ഡവാഹ, ഭാര്യമാരോടുകൂടിയ പാണ്ഡവന്മാര്, കുന്തി, സൃഞ്ജയൻ, വിദുരൻ, കൃപർ, കുന്തിഭോജൻ, വിരാടൻ, ഭീഷ്മകൻ. ഭീഷ്മരാദ്യം പറഞ്ഞു. ഭീഷ്മകൻ രുക്മിണിയുടെ അച്ഛൻ, കാശിരാജാവ്, ദമഘോഷൻ, അതിസുന്ദരനായിരിക്കുന്ന മൈഥിലൻ, മദ്രാധിപതി, നഗ്നജിത് എന്ന് പറഞ്ഞതാൽ കാശിരാജാവ്, കേകയാധിപതി, യുധാമന്യു, സുശർമാവ്, പുത്രന്മാരോടുകൂടിയ ബാഹ്ലികാദികള്. അല്ലയോ പരീക്ഷിത്തെ, യുധിഷ്ഠിരനോടുകൂടി ഏതൊക്കെ രാജാക്കന്മാർ വന്നിരിക്കുന്നുണ്ടോ അവരൊക്കെ ആ ശ്രീകൃഷ്ണന്റെ ശ്രീനികേതം വപുശൗരേ, ശ്രീകൃഷ്ണന്റെ അതിമനോഹരമായിട്ടുള്ള ശരീരത്തെ കണ്ട് വീക്ഷ്യ വിസ്മിത, ഭാര്യമാരോടുകൂടി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ ശരീരത്തെ കണ്ട് വളരെയധികം വിസ്മയിച്ചു പോയി എന്നും പറയുന്നു. അഥതേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണ പ്രശംസുർമുദായുക്ത വൃഷ്ണീൻ കൃഷ്ണപരിഗ്രഹാൻ.
അധ അതിനുശേഷം രാമകൃഷ്ണാഭ്യാം ബലരാമനാലും അതേപോലെ ശ്രീകൃഷ്ണനാലും സമ്യക് പ്രാപ്ത സമരഹണ വേണ്ട തരത്തിൽ ലഭിച്ച സൽക്കാരത്തോടുകൂടി അവര് കൃഷ്ണപരിഗ്രഹാൻ കൃഷ്ണനാകുന്ന ആശ്രയത്തോടുകൂടിയ വൃഷ്ണികളെ മുദായുക്ത പ്രശംസു അവര് വളരെ സന്തോഷത്തോടുകൂടി പ്രശംസിച്ചു എന്നാണ്. കാരണം ശ്രീകൃഷ്ണനെ ആശ്രയമായി കിട്ടിയില്ലേ വൃഷ്ണികൾക്ക്, ഇതിൽ പരം ഭാഗ്യം വേറെ എന്താ ഉള്ളത് എന്നാണ്. ആ ഭാഗ്യാതിരേകത്തെ പ്രശംസിക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ സന്തോഷത്തോടുകൂടി അവര് ഇതാ ചെയ്യണു. അഹോ ഭോജപതേ യൂയം ജന്മഭാജോ നൃണാമിഹ യൽ പശ്യധാസകൃൽ കൃഷ്ണം ദുർദർശമപി യോഗിനാം. പറയാണ് ഭോജപതേ ഭോജരാജാവേ ഇഹ നൃണാം യൂയം ജന്മഭാജഃ യത് ഇവിടെ ഈ ലോകത്തിൽ മനുഷ്യരുടെ മധ്യത്തിൽ നിങ്ങൾ ജന്മമെടുത്തവർ എന്തുകൊണ്ടാ യോഗിനാമപി യോഗികൾക്കു കൂടി ദുർദർശം കൃഷ്ണം യോഗികൾക്കു കൂടി കാണാൻ കഴിയാത്ത കൃഷ്ണനെ നിങ്ങൾ അസകൃൽ പശ്യഥ അഹോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം വേറെ എന്താണുള്ളത്? നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ജനിച്ചതിന്റെ ഏറ്റവും വലിയ ഫലം ജന്മലാഭം എന്ന് പറയുന്നത് എന്താ? ശ്രീകൃഷ്ണ സന്ദർശനം. യോഗീശ്വരന്മാരെ എത്രയോ കാലം ആഗ്രഹിച്ചിട്ട് കൂടി സാധിക്കണില്ല ഭഗവാനെ കാണാൻ. അങ്ങനെ ആ എളുപ്പത്തിൽ യോഗികൾക്ക് പോലും ദർശനം നൽകാത്ത ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണു. യദ്വിശ്രുതി ശ്രുതിനുതേദമലം പുനാദിപാദാവനേ ജനപയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലഭർജിത ഭഗോപി യദംഘ്രിപത്മസ്പർശോധശക്തിരഭിവർഷതി നോഖിലാർത്ഥാൻ. യൽ വിശ്രുതി ഏതൊരാളുടെ കീർത്തിയാണോ ശ്രുതിനുത വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടതായിട്ട് ഇതം അലം പുനാദി ഈ വിശ്വത്തെ ഏറ്റവും ശുദ്ധമാക്കുന്നത് പാദാവനേജനപയ കാൽ കഴുകിയ വെള്ളവും വചശാസ്ത്രം വചോരൂപമായ ശാസ്ത്രവും ഇതം പുനാദി ഇതിനെ ശുദ്ധമാക്കുന്നു. കാലഭർജിത ഭഗ അപി കാലത്താൽ നശിപ്പിക്കപ്പെട്ട മഹാത്മ്യത്തോടു കൂടിയതെങ്കിലും ഭൂമി യദംഘ്രിപത്മസ്പർശോധശക്തി ആരുടെ പാദപത്മസ്പർശം കൊണ്ടുണ്ടായ ശക്തിയോടുകൂടി ന അഖിലാർത്ഥാൻ അഭിവർഷതി നമുക്ക് സകലതിനെയും തന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ദർശനം ജന്മസാഫല്യമായത് എന്തുകൊണ്ടാണ്? ഈ ഒരു ശ്ലോകവും അടുത്ത ശ്ലോകവും അതിനെ കാണിക്കുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണനുണ്ടല്ലോ സാധാരണ ഒരു മനുഷ്യനല്ല, മറിച്ച് ഈശ്വരനാണ്. ഈ ഈശ്വരന്റെ കീർത്തി ആണ് വേദങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ തന്നെയാണ്. ആ വേദഘോഷം ലോകത്തെ എന്നും ശുദ്ധമാക്കുന്നതാണ്. ഏതുപോലെ ഭഗവാന്റെ പാദം കഴുകിയ ജലം പതിത പാവനിയായ ഭാഗീരഥി ആ ഗംഗാദേവി ഈ ലോകങ്ങളുടെ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു. അതേപോലെ ഈ ഈശ്വരന്റെ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാക്കാണ് ശാസ്ത്രം. സന്മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, ദുർമാർഗങ്ങളിലേക്ക് നമ്മളെ തടയുന്നത്, ആ ന്യായാന്യായ വിചാരം വിവേകം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അത് ഈ ഭഗവാന്റെ വാക്കാണ്. ഒരുപക്ഷെ കാലം കൊണ്ട് ശക്തി നശിച്ച ഭൂമിക്ക് പോലും ഭഗവാന്റെ പാദപത്മം ആ കാലടികളുടെ ശക്തി കൊണ്ട് കാലത്തെയും മറുകര കടക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ പദാർത്ഥങ്ങളും ലഭിക്കുന്നു. അപ്പൊ ഭൂമി തരുന്നുണ്ടെങ്കിലും അതിന് കാരണം എന്താണ്? ഈ കാർമേഘവർണ്ണന്റെ കാലടി സ്പർശം ഒന്നുകൊണ്ട് മാത്രമാണ്. തദ്ദർശന സ്പർശന അനുപഥ പ്രജൽപ ശയ്യാസന ആശന സയൗന സപിണ്ഡബന്ധ യേഷാം ഗൃഹേ നിരയവർത്മനി വർത്തതാം വാ സ്വർഗാപവർഗവിരമ സ്വയമാസ വിഷ്ണു. യേഷാം വാ നിങ്ങൾക്ക് തദ്ദർശന സ്പർശന അനുപഥ പ്രജൽപ ശയ്യാസന ആശന സയൗന സപിണ്ഡബന്ധ ആ ഭഗവാന്റെ ദർശനം, സ്പർശനം, ഒരുമിച്ചുള്ള സഞ്ചാരം, സംഭാഷണം, കിടപ്പ്, ഇരിപ്പ്, ഭോജനം, ഭക്ഷണം കഴിക്കല്, പിന്നെ വിവാഹം കൊണ്ടും ദായാദിത്വം കൊണ്ടുള്ള ബന്ധം, ഇങ്ങനെ സിദ്ധിച്ച നിരയവർത്തനി സംസാരമാർഗത്തിൽ വർത്തിക്കുന്ന നിങ്ങളുടെ ഗൃഹത്തിൽ
സ്വർഗാപവർഗ വിരമഃ, സ്വർഗമോ അതേപോലെ തന്നെ മോക്ഷാവസാന സ്ഥാനമായ ആ വിഷ്ണു അവിടെ അവതരിച്ചു. സ്വർഗത്തിനും മോക്ഷത്തിനും അവസാന സ്ഥാനം എന്താ? വിഷ്ണുപദം, വൈകുണ്ഠം. ആ വിഷ്ണുവാണ് നിങ്ങളുടെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു മീതെ മറ്റെന്ത് ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് അവർ പറയുന്നു. തുടർന്ന് ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്കുകളാണ് നമുക്കിനി നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ
ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി